ചായ എടുത്ത് വെച്ചേക്കുന്ന ഫീലാണ് കിട്ടിയത്. ഫസ്റ്റ് സിനിമ അത്യാവശ്യം നല്ല രസമായിരുന്നു. ആ സൈഫ് അലി ഖാനും മറ്റേ ദീപിക പദുക്കോൺ അവരൊക്കെ ഇതൊരുമാതിരി ഒരു ഫോഴ്സ്ഡ് ആയിട്ട് അതായത് കുറേ സെക്കൻഡ് ഹാഫിൽ കുറേ ഇമോഷൻ കൺവേ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒന്നും ഏറ്റിട്ടില്ല. ഒട്ടും വർക്ക് അടിപൊളി പാടാ, കുഴപ്പമില്ല. ഈ കപ്പിൾസിന് പറ്റിയ പാടാ. പക്ഷേ എ സർട്ടിഫിക്കറ്റിനുള്ളതൊന്നും പടത്തിനകത്ത് കാണിച്ചിട്ടില്ല. ഇതൊരു U-Bar 16+ കൊടുക്കാമെന്നേ ഉള്ളൂ. ഒരു ഫൺ ജോളി പാടം എന്ന് വെച്ചാൽ ആർക്കും വേണമെങ്കിലും വന്ന് കാണാം. ചുമ്മാ എ സർട്ടിഫിക്കറ്റ് കൊടുത്തേ. ആ ഏജവാനി ദിവാനി എന്ന് പറഞ്ഞ പാടമില്ലേ, ഏജവാനി തോഷ്ക്ക് പോകാനായി പഴുത്തുവാൻ, അതിനെക്കാട്ടും നല്ല പാടമാണ് കണ്ടുകൊണ്ടിരിക്കാം. പെർഫോമൻസ് ഷാഹിദ് കപൂറും ഹൃതിയും രശ്മിയെ അഭിനയിച്ച് അഭിനയിച്ചിട്ടുണ്ട്. കൊള്ളാം പടം. എന്തോ വണ്ണ് തന്നെ വേ ബെറ്റർ. വണ്ണ് പിന്നെ എന്തെങ്കിലുമൊക്കെ രസം ഉണ്ടായിരുന്നു. ഇത് പിന്നെ ഒട്ടും വർക്കായിട്ടില്ല. എടുത്തു വച്ചേക്കുന്ന രീതി കൊള്ളാം. മേക്കിങ്ങിന് വേണ്ടി മാത്രം എടുത്തു വെച്ച ഒരു കോക്ടെയിൽ എന്ന പേര് വിട്ട് ഒരു ഭയങ്കര ഫോഴ്സ്ഫുൾ ആയിട്ട് ഇറക്കിയ ഒരു സിനിമയായിട്ട് തോന്നി. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല. ഭയങ്കര സിനിമയായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ ഒരു കണ്ടന്റ് ഇരിക്കാൻ തോന്നി. അടിപൊളി അടിപൊളി. അതിനെക്കാട്ട് ബെസ്റ്റ് സിനിമ തന്നെ. ആ 2-ൽ നന്നായിട്ട് കാരണം നമ്മളെ ഇരുത്തി കാണേണ്ടി വന്നു. സിനിമ ഇരുന്ന് കണ്ട് എണിച്ചു പോകാൻ തോന്നിയില്ല. അത്രയും നല്ല സിനിമയായിരുന്നു. തോന്നില്ല. അത് കുറേ വിദേശ രംഗങ്ങളെല്ലാം നന്നായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. തുടക്കം തന്നെ നമ്മളെ ഇമ്പ്രസ് ചെയ്യുന്ന രീതി തന്നെയാണ് സ്ക്രീൻ പ്ലേ. ഹോളിവുഡ് അതെ 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 നന്നായിട്ടുണ്ട് സിനിമ. അടിപൊളി അഭിനയം. കീർത്തി ഷെട്ടിയുടെയും നടൻ്റെയും അടിപൊളി അഭിനയം തന്നെയാണ്. രശ്മിയുടെയും പറയാം കാണാം. രശ്മിയാണ് അവസാനം കൊണ്ടുപോകുന്നത്. അതെ അടിപൊളി. നല്ല എൻ്റർടൈൻമെൻറ്റ്, നല്ല സ്റ്റോറിയും നല്ല